بسم الله الرحمن الرحيم يا مصطفى 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 يا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. कहा जाता है रहते हैं दूल्हा फकत मदीने में, गलत है रहते हैं वो आशिकों के सीने में. अम्मा बाद ആദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ മഹാനായ ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അവദാനങ്ങളും മറ്റു ദിക്റുകളും ഉൾക്കൊള്ളുന്ന ഖുതുബിയ്യത്ത് ഈ നാട്ടിൽ നടന്നു വരുന്ന ഖുതുബിയ്യത്ത് മജ്ലിസിന്റെ വാർഷിക സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടും വിധം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആധുനിക ലോകത്ത് സാമ്പത്തികമായും സാങ്കേതികമായും ഒരുപാട് ഉന്നതികൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇന്നലകളിൽ നമ്മുടെ ഉപ്പാപ്പമാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്നത്തെ തലമുറ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായും സൗകര്യപരമായും ഒരുപാട് ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരാൻ നമ്മുടെ സമൂഹത്തിനും ആനുകാലിക സമൂഹങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭൗതികപരമായ സൗകര്യങ്ങളുടെ നടുവിൽ ആത്മീയമായ അപജയം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിന്നിരുന്ന ഒരു സമൂഹം ഇന്ന് വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന സമൂഹം നൈതികമായ മൂല്യങ്ങളെയും ധാർമ്മികമായ പാഠങ്ങളെയും അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ദാരുണമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകൾക്കും
ഭൗതികമായ വ്യവസ്ഥിതികൾക്കും സാമൂഹികമായ പുതിയ സംവിധാനങ്ങൾക്കും ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം എവിടേക്കൊക്കെയോ മാനവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ സമൂഹത്തിൽ അധികരിക്കുന്നു എന്നതല്ല ഏറ്റവും വലിയ പ്രശ്നം. തെറ്റുകൾ ശരികളായി മാറി എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. വളരെ ഗുരുതരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഗുരുതരമായി നാം വിലയിരുത്തുന്ന തെറ്റുകൾ പോലും സമൂഹത്തിലെ പ്രമുഖന്മാരും അതുപോലെ സമുദായങ്ങളുടെ ഇടയിലും വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഒരബദ്ധമായി പോലും വിലയിരുത്താൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ ഭീഷണിയാണ്. നാം ഇവിടെ അനുസ്മരിക്കുന്ന ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇതുപോലെ ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിക പ്രചരണത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ബഗ്ദാദിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ബഗ്ദാദിന്റെ മണ്ണിൽ കർമ്മഭൂമി തീർത്തത്. മഹാന്മാരായ ഖലീഫമാരുടെയും അവരുടെ എല്ലാവരുടെയും മാർഗദർശനം നൽകിയ ലോകത്തിന്റെ മുഴുവനും ഉദാത്തമായ ഉന്നതമായ പാഠഭാഗങ്ങളെ മുഴുവനും സമ്മാനിച്ച തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെയും സച്ചരിതരായ 4 ഖലീഫമാരുടെയും കാലത്തിനു ശേഷം അബ്ബാസികളുടെയും ഫാത്തിമികളുടെയും അതുപോലെ പുതിയ ഭരണകൂടങ്ങളെല്ലാം തെറ്റുകളിലേക്കും അരുതായ്മകളിലേക്കും ചേക്കേറുകയും ഭരണാധികാരികൾ വെപ്പാട്ടികളെ വെച്ച് ആസ്വദിക്കുകയും കൊട്ടാരങ്ങൾ ആസ്വാദനത്തിന്റെ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തപ്പോഴാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആത്മീയമായ വിപ്ലവത്തിന്റെ തേര് തെളിച്ചുകൊണ്ട് കാലഘട്ടങ്ങളെ മുഴുവനും ജീവിപ്പിക്കുവാൻ ഇസ്ലാമിക ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഖലീഫമാരുടെയും അതുപോലെ തന്നെ സ്വഹാബികളായ ഭരണാധികാരികളുടെയും കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വരാതിരുന്ന അത്രയും വലിയ പ്രതിസന്ധി ഇസ്ലാമിക പ്രചരണ മണ്ഡലത്തിൽ നേരിടുകയും അതിജയിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്നത്. കാരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയും സമൂഹത്തിന്റെ ഇടയിൽ സാധിച്ചെടുത്ത മോട്ടിവേഷനുമെല്ലാം ചരിത്രപരമായി അടയാളപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനെ ജീവിപ്പിച്ചവർ എന്നർത്ഥം കുറിക്കുന്ന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചരിത്ര പുരുഷന്മാരിൽ അനിഷേധ്യമായ ഇടം അതുല്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ആധുനിക യുഗത്തിലെ സമസ്യകളുടെയും പ്രതിസന്ധികളുടെയും അരിഷ്ടതകളുടെയും ഗതികേടുകളുടെയും നടുവിൽ പരിഹാരത്തിന്റെ പരവതാനിക്ക് വേണ്ടി പര്യാലോചന നടത്തുമ്പോൾ ഇന്നലകളിലെ ചരിത്രത്തിൽ നിന്ന് ആധ്യാത്മികമായ തേജസ്വിനെ ഉയർത്തിപ്പിടിച്ച മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുകയും
പാഠഭാഗങ്ങളിലേക്ക് മാനവികതയെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇവിടെ നിങ്ങൾ നടത്തിവരുന്ന ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസുകൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പാരായണം ചെയ്യാനുള്ളതാണെങ്കിൽ അനുബന്ധമായി ആത്മീയമായ ഉന്മേഷവും ആധ്യാത്മികമായ വളർച്ചയും പങ്കെടുക്കുന്നവർക്കുള്ള ആത്മീയമായ ഉത്തേജനങ്ങളുമാണ് സമ്മാനിക്കുന്നതെങ്കിൽ അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉയർത്തിപ്പിടിച്ച ദർശനത്തെയാണ് നാം അയവിറക്കേണ്ടത്. കാരണം ഇന്നിവിടെ പുതിയ തലമുറ മുഴുവൻ കള്ളിന്റെയും കഞ്ചാവിന്റെയും അരുതായ്മകളുടെയും തോന്നിവാസത്തിന്റെയും ആലയങ്ങളിൽ ആവതിച്ചു കിടന്ന് ബോധമില്ലാത്തവരെ പോലെ ഓടി നടക്കുന്ന ഗതികേട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മുഴുവൻ ഭൗതിക കലാലയങ്ങളെയും വിലയിരുത്തുമ്പോൾ കള്ളിന്റെയും കഞ്ചാവിന്റെയും അരുതായ്മകളുടെയും വ്യഭിചാരത്തിന്റെയും ദുർഗന്ധമില്ലാത്ത ഒരു കലാലയം പോലും എടുത്തു തരാൻ പറ്റാത്ത വിധം പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അധപ്പതിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾക്ക് പോലും ഇവിടെയുള്ള മുഴുവൻ കുടിയന്മാരെയും ഇല്ലായ്മ ചെയ്യാൻ റവന്യൂ വരുമാനത്തിന് നല്ലൊരു ശതമാനം ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് ഈടാക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഈ സംസ്ഥാനത്തെ മുഴുവനും കള്ളിൽ നിന്ന് അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുകയില്ല. വ്യഭിചാരശാലകളിൽ നിന്ന് ഔദ്യോഗികമായി തീരുവ ഈടാക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനും വേശ്യാവൃത്തിക്ക് നിയമസാധ്യത നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന നീതിപീഠത്തിനും ഈ രാജ്യത്തെ മുഴുവനും വ്യഭിചാരശൂന്യമായ ഒരു ഇന്ത്യയായി കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ആധുനികത തലമുറയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ആധ്യാത്മികതയുടെ വെളിച്ചത്തെ കടത്തിവിട്ട് അരുതായ്മകളോട് വിസമ്മതം രേഖപ്പെടുത്തി നീതിയുക്തമായ ജീവിതത്തിന്റെ മഹനീയമായ പാന്താവിലേക്ക് കടന്നു വരണമെന്ന് ആഹ്വാനിക്കാൻ ഇത്തരം ആധ്യാത്മിക വേദികൾ ക്രമീകരിക്കുന്നത്. നാം മനസ്സിലാക്കണം, കൂടുതലൊന്നും വിസ്തരിച്ചു പറയേണ്ടതില്ല. മൂല്യങ്ങളുടെയും നീതിയുടെയും ന്യായത്തിന്റെയും അസ്ഥിവാരങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളെ മുഴുവനും മോചനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വീടിന്റെ അകത്തളത്തിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട നീതി ഭർത്താവ് കൊടുത്തില്ലെങ്കിൽ ഭർത്താവിനെ നീതിമാനാക്കുവാൻ ഇവിടെ ഏത് വ്യവസ്ഥിതിക്ക് സാധിക്കും? ഭർത്താവിന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുക്കാതെ ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകളിൽ നിന്ന് നീതിബോധത്തിന്റെയും ധർമ്മചൈതന്യത്തിന്റെയും മഹനീയ പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആർക്ക് സാധിക്കും? കള്ളിന്റെ കോപ്പകളിൽ അന്യമയങ്ങാൻ ഓടി നടക്കുന്ന കൗമാര യൗവനങ്ങളെ മുഴുവനും ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ഏത് വ്യവസ്ഥിതിക്ക് സാധിക്കും? അതുപോലെ തന്നെ സാമ്പത്തിക അനീതിയുടെ പേരിൽ പലിശയുടെയും പിടിച്ചുപറിയുടെയും ചൂതാട്ടത്തിന്റെയും മേഖലയിലേക്ക് ലോക ആഗോള സാമ്പത്തിക വ്യവസ്ഥിതികൾ പോലും കടന്നു ചെല്ലുമ്പോ സാമ്പത്തികമായ നീതി രൂപീകരണത്തിന് ഇവിടെ ആർക്ക് സാധിക്കും? അവിടെയാണ് നാം കാലത്തിന്റെ ഇന്നലകളിൽ നിന്ന് മാതൃകയുടെ മഹനീയ പാഠങ്ങളെ ആധുനിക സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കുടിയന്മാരെയും വ്യഭിചാരികളെയും തോന്നിവാസികളെയും അതുപോലെ തന്നെ തെറ്റായ ആത്മീയതയിലേക്ക് കടന്നുപോയ കപട ആത്മീയതയുടെ മൂടുപടങ്ങളെയും ശരിയുടെയും നന്മയുടെയും വഴിയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ച പ്രധാനമായ രണ്ട് ആയുധങ്ങളെയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് 47 സന്താനങ്ങളുടെ പിതാവായിരുന്ന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പ്രിയപ്പെട്ട മൂത്ത മകൻ അടുത്തു വന്നിരുന്നു കൊണ്ട് അവസാനത്തെ നിമിഷങ്ങൾക്ക് സാക്ഷിയാകുമ്പോൾ അവിടുന്ന് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട പിതാവേ, അവിടുത്തെയുടെ അവസ്ഥ എന്താണ്? ഉടനെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ, ജമീഉ അഅ്ളാഇ തുഅ്ലിമുനി ഇല്ലാ ഖൽബി, എന്റെ എല്ലാ അവയവങ്ങളും വേദനിക്കുന്നുണ്ട്, എല്ലാ അവയവങ്ങൾക്കും വേദനയുണ്ട്, നോവുണ്ട്, നൊമ്പരമുണ്ട്. ഇല്ലാ ഖൽബി, എന്റെ ഹൃദയത്തിന് മാത്രം വേദനയില്ല. വഖൽബി ഇൻദ റബ്ബി, എന്റെ മനസ്സ് അല്ലാഹുവിങ്കലാണ്. അഥവാ എന്റെ മനസ്സിലെ വിചാരം, എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം, എന്റെ മനോവിചാരങ്ങളും എന്റെ ആത്മീയതലങ്ങളും അല്ലാഹുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഹൃദയത്തിന്റെ വേദനയില്ല. മറിച്ചോ എന്റെ എല്ലാ അവയവങ്ങളും നോവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവസാനമായി മകനോട് പറയുന്നു, അലൈക ബിത്തൗഹീദ്, മോനെ, അല്ലാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം, ഏകദൈവ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കണം. അഥവാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സർവാധികാരിയായ സർവേശ്വരന്റെ കൽപ്പനകൾക്ക് നീ തടസ്സമായി നിന്റെ ജീവിതത്തെ നയിക്കാൻ പാടില്ല. അരുതായ്മകളുടെ ഇടവഴികളിലൂടെ നിഷേധിക്കപ്പെടുന്ന വൃത്തികളിലേക്ക് കടന്നു പോകാതിരിക്കണമെങ്കിൽ ഇന്റർനെറ്റിന്റെയും ഇൻട്രാനെറ്റിന്റെയും ആധുനിക സാങ്കേതികതയുടെയും കൈത്തലപ്പുകളിൽ നിന്ന് കൈവെള്ളയിലേക്ക് തോന്നിവാസങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനവികതയെ മുഴുവനും ധർമ്മത്തിന്റെ പാഠം പഠിപ്പിക്കണമെങ്കിൽ അലൈക ബിത്തൗഹീദ്, മോനെ, യഥാർത്ഥ ഈമാൻ ഉണ്ടാകണം. കാരണം ഇന്ന് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലമാണ്. തെറ്റുകൾക്ക് വേണ്ടി അങ്ങോട്ട് പോകേണ്ടാത്ത കാലം. വീടിന്റെ അകത്തളങ്ങളിൽ സന്ധ്യാസമയത്ത് ടെലിവിഷന് മുമ്പിൽ തപസ്സിരിക്കുന്ന പുതിയ തലമുറ അള്ളാഹുവിന് വേണ്ടി ആരാധന നടത്തുകയും പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ശരിയായ മുഹൂർത്തമാണ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം. ആ സമയത്ത് പോലും സീരിയലുകൾക്ക് തപസ്സിരിക്കുന്ന പുതിയ തലമുറ അള്ളാഹുവിനോട് ദുആ ചെയ്യുവാനും അവന് വേണ്ടി ആരാധിക്കുവാനും സമയം കണ്ടെത്താനില്ലാത്തവർ. അതുകൊണ്ട് മോനെ, ആധുനിക യുഗത്തിലെ പുതിയ തലമുറയെ അവരുടെ കൈവെള്ളയിലേക്ക് 3rd ജനറേഷൻ ടെക്നോളജി പ്രകാരം അമേരിക്കയിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ അവളുടെ അരമനയിൽ കിടക്കുന്ന രൂപത്തിൽ ഈ ഗ്രാമപ്രദേശത്തുള്ള ചെറുപ്പക്കാരന്റെ കൈവെള്ളയിലിരിക്കുന്ന 3D ടെക്നോളജി സംവിധാനമുള്ള മൊബൈലിലൂടെ അമേരിക്കയിലുള്ള കാമുകിയുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും കാണാൻ പറ്റുന്ന വിധം ടെക്നോളജി വികസിച്ച കാലഘട്ടത്തിൽ അത് കാണാതിരിക്കാനുള്ള മനസ്സാണ് രൂപപ്പെടുത്തേണ്ടത്. അലൈക ബിത്തൗഹീദ് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം ഈമാനികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. എന്റെ പൊന്നമോള് രാവിലെ പള്ളിക്കൂടത്തിലേക്ക് പോയി. അവൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നവളാണ്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവളാണ്. ക്യാമ്പസിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തനെ കമ്പനി അടിച്ചുകൊണ്ട് ഒളിച്ചോടി പോകാതിരിക്കണമെങ്കിൽ അവളുടെ വൈകാരിക താല്പര്യങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ഒരാധ്യാത്മികത അവളുടേക്ക് വന്നില്ലെങ്കിൽ അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി
എല്ലാ വിജയത്തിന്റെയും അവലംബവും അസ്ഥിവാരവും അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഖുതുബിയ്യത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ നാട്ടിലെ എന്റെ പുതിയ തലമുറയോട് ഹൃദയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്, മോനെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സുപ്രീം കൺട്രോൾ നടത്തുന്ന സർവാധികാരിയായ രാജാതിരാജനായ ഒരു ഉടമസ്ഥനുണ്ട്. അവന്റെ കൽപ്പനയ്ക്ക് വിരോധമായി ഒന്നും ചെയ്തുകൂടാ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മോനെ, നിന്റെ സ്വകാര്യമായ മുറിയിൽ ഇരുന്നു കൊണ്ട് നിന്റെ മൊബൈൽ ഫോണിലൂടെയോ അല്ലാത്ത സംവിധാനത്തിലൂടെയോ ഒരന്യ പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചാൽ നിന്റെ ഈ കണ്ണ് റബ്ബിന്റെ കോടതിയിൽ എത്തുന്നതാണെന്ന ആധ്യാത്മിക വിചാരത്തിനല്ലാതെ ഈ ഒരു തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് കഴിയില്ല. മദ്യം വിഷമാണെന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡിന്റെ കീഴിലാണ് പതിനായിരങ്ങൾ ക്യൂ നിന്നുകൊണ്ട് ബീവറേജ് കോർപ്പറേഷന്റെയും മറ്റു കള്ളുഷാപ്പുകളുടെയും മുമ്പിൽ ക്യൂവിന് നിൽക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയുള്ള ഭൗതിക വ്യവസ്ഥിതികൾക്ക് മാനവനെ അവന്റെ വഴിയിലൂടെ കൊണ്ടുപോകാൻ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതേ സമയത്ത് ശരിയായ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അടിസ്ഥാനം എന്താണ്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന ധാർമ്മിക ബോധത്തിനല്ലാതെ തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വരെ എത്തിച്ചു എന്നറിയുമോ? പെൺകുടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന അറബ് ജനതയെ പിടിച്ചുകൊണ്ടുവന്ന ധർമ്മത്തിന്റെ വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ, തെരുവിലൂടെ ഒരു പെണ്ണിന് നടന്നാൽ അവളുടെ ചാരിത്രം ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കുളിക്കടവിൽ നിൽക്കുന്ന പെണ്ണിനെ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ മക്കയുടെയും മദീനയുടെയും ഇടയിൽ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനെ ഓർത്ത് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് അതാ മഹാന്മാരായ സ്വഹാബികളുടെ കാലഘട്ടത്തിലുള്ള ആളുകളെ മാറ്റിമറിക്കുവാൻ കഴിഞ്ഞ പ്രത്യേക ശാസ്ത്രമാണ് അൽ ഈമാനു ബില്ലാഹ്. അങ്ങനെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 6-ാം നൂറ്റാണ്ടിന്റെ സ്വഭാവം വായിക്കുമ്പോ രണ്ട് വിധം ശൈലി നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ജനിച്ചു വീണ പെണ്ണിനെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം, അതോടൊപ്പം തന്നെ വ്യഭിചാരം അധികരിച്ച കാലം. അപ്പൊ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, പടച്ചോനെ, ഈ പെണ്ണിനെ എല്ലാം കുഴിച്ചു മൂടിയ പിന്നെ എങ്ങനെ വ്യഭിചാരം നടത്തുക? അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീ ഭ്രൂണഹത്യകൾ അധികരിക്കുന്നു, അതോടൊപ്പം വ്യഭിചാരശാലകളും അധികരിക്കുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പെണ്ണിന് അടിമപ്പെട്ടിരുന്ന ഒരു തലമുറയെ, ഒരു പെണ്ണിനെ, കുളിക്കടവിൽ നിൽക്കുന്ന പെണ്ണിനെ രണ്ടാമതൊന്ന് അറിയാതെ നോക്കിപ്പോയതിന്റെ പേരിൽ, ഇതിന്റെ പേരിൽ എനിക്ക് നരകം കിട്ടുമോ എന്ന് പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത് അൽ ഈമാനു ബില്ലാഹ്. വിശുദ്ധമായ മദീന മസ്ജിദിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് മാലോകരുടെ മുഴുവനും മാതൃകയുടെ മണിമകുടമണിയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ വദനങ്ങളിൽ നിന്ന് വിശിഷ്ടരായ സ്വഹാബികളുടെ മുമ്പിൽ അതാ ഒരു വിഷയാവതരണം നടക്കുന്നു. ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ജീവിതമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണം പറയുമ്പോൾ, പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും പാല് കൊടുത്തിട്ട് മാത്രമാണ് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തത്. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ലിമർളാതിക ഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി. പടച്ചവനെ, ഇത് നിന്നെ ഓർത്തതിന്റെ പേരിലാണ്,
എന്റെ പ്രിയപ്പെട്ട മക്കൾ കാൽക്കൽ കിടന്ന് നിലവിളിക്കുമ്പോഴും എന്റെ മാതാവിനും പിതാവിനും അവരുടെ അഷ്ടിക്ക് പരിഹാരം കാണാതെ എന്റെ മക്കളെ പരിഗണിക്കാൻ പറ്റൂല എന്നുള്ള മാതാപിതാക്കളോടുള്ള ആദരവ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അരമനയുടെ അകത്തളത്തിൽ സുന്ദരിയായ കാമുകിയെ വേറാരും ഇല്ലാത്ത സമയത്ത് കിട്ടിയപ്പോൾ അവള് ചോദിക്കുന്നു, എടാ നിനക്ക് അള്ളാഹുവിനെ പേടിയില്ലേ? ആ സമയത്താണ് അരുതാത്ത വൃത്തി ചെയ്യാൻ അനുകൂലമായ സാഹചര്യമായിരുന്നിട്ടും പ്രിയപ്പെട്ട കാമുകിയെ കാലങ്ങളായി കൽബിലേറ്റി കൊണ്ടു നടന്നിട്ട് അവളുമായി ഒന്ന് സല്ലപിക്കാൻ കിട്ടിയ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ അവിടുന്ന് അവളുടെ ചോദ്യം, നിനക്ക് പടച്ചവന് പേടിയില്ലേ? ആ വിഹ്വലമായ ചോദ്യത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആധ്യാത്മികതയുടെ അത്തിവാരങ്ങളിലേക്ക് അത്രം കണക്കെ കടന്നു വന്ന അള്ളാഹുവെ കുറിച്ചുള്ള ബോധം കൊണ്ടാണ് പ്രിയപ്പെട്ട കാമുകിയെ ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എനിക്ക് അള്ളാഹുവിനെ പേടിയാകുന്നു, പടച്ചവൻ കാണുമല്ലോ. ഈ ഒരു നീതിബോധത്തിനല്ലാതെ കൗമാരപ്രായത്തിലെ കുഞ്ഞുങ്ങള് കലാലയത്തിന്റെ ഇടവഴികളിൽ നിന്ന് പ്രിയ സഖികളോട് അല്ലെങ്കിൽ കൂട്ടുകാരികളോട് സഖി സമാനമായി സല്ലാപം നടത്തുമ്പോ അരുതായ്മയുടെ ആഴിയിലേക്ക് ആവതിക്കാതിരിക്കുവാനുള്ള ആദർശത്തിന്റെ ബോധമാണ് ഹൃദയത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ രക്ഷിതാക്കളോട് ഞാൻ ഇടയിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മക്കളുടെ കൽബിന്റെ ഉള്ളിൽ നിങ്ങൾ പതിപ്പിച്ചു കൊടുക്കേണ്ടത് ഗൾഫ് പണത്തിന്റെ പണപടപ്പല്ല, അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ സ്വപ്നങ്ങളല്ല. മോനെ, നിന്നെ വിസ എടുത്തു കൊണ്ടുപോയി ഒരു ജോലി തരാമെന്ന ബോധമല്ല, നീ എങ്ങനെയെങ്കിലും ഒരു 18 വയസ്സാകട്ടേടാന്നുള്ള ചിന്തയല്ല. മോനെ, നീ നാളെ ഇവിടുന്ന് മരിച്ചുപോയാലും എനിക്ക് റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിൽ വെച്ച് കാണണം എന്ന ധാർമ്മികമായ ബോധം പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് സാധിക്കണം. ഹുദാകാനാ മുലിഖ് ദേനാ, നബി കാനാ മുലിഖ് ദേനാ, കൈ കുഫ്റോൻ കെ ജൻഡാ ഹേ ഉധർ ഇസ്ലാം ലിഖ് ദേനാ. എവിടെയാണ് നിരാസത്തിന്റെ നീലിമകൾ? എവിടെയാണ് നിഷേധത്തിന്റെ നീർച്ചുഴികൾ? എവിടെയാണ് വിസമ്മതത്തിന്റെ വിഹ്വലതകൾ? അവിടെയാണ് ആനുകൂല്യത്തിന്റെയും സമ്മതത്തിന്റെയും അള്ളാഹുവെ കുറിച്ചുള്ള ബോധത്തിന്റെയും പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിചാരത്തിന്റെയും അവിടുത്തെ തിരുദൂതരായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അനുകൂലമായ വിചാരത്തിന്റെയും അത്തിവാരങ്ങൾ എവിടെയുണ്ടോ അവിടെയല്ലാതെ സത്യം പുലർത്താൻ കഴിയുകയില്ല. വ്യഭിചാരശാലയിലേക്ക് ചാടിയിറങ്ങാൻ മതിലിന്റെ മുകളിലിരിക്കുമ്പോഴാണ് അടുത്ത സ്രാമ്പിയയിൽ നിന്ന്, നിസ്കാരപ്പള്ളിയിൽ നിന്ന് ഒരു കുഞ്ഞുമോൻ ഓതുകയാ, അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലയോ വിശ്വാസിയായ മനുഷ്യ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലയോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല നിലയിലാകാൻ? സമയമായില്ലയോ എന്ന് അർത്ഥധ്വനി ഉയർത്തുന്ന ആയത്തിന്റെ ശകലം അടുത്തുള്ള പള്ളിയിൽ നിന്ന് കർണപുടത്തിലേക്ക് പതിയുമ്പോ ഹൃദയതലത്തിലേക്ക് ആവതിച്ചിട്ട് അവിടെ നിന്നതാ വേശ്യാലയത്തിന്റെ മതിലിന്റെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് പള്ളിയിലേക്ക് പോയി ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ടാ സാധിക്കും.
സാധിച്ചത്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ, ഇന്നലകളിലില്ലാത്ത മനോഹരമായ കെട്ടിടങ്ങൾ ഇന്ന് ഉയർന്നിട്ടുണ്ട്. ഇന്നലകളില്ലാത്ത പടപടപ്പുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലകളിൽ നമ്മുടെ ഉപ്പാപ്പമാരി മലയോട് മല്ലടിച്ചു, ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ വിയർപ്പൊഴുക്കി, ഇവിടെയുള്ള കല്ലുമലകളിലും കോറികളിലും അവരുടെ വിയർപ്പിന്റെ അംശങ്ങളുണ്ട്. ഈ നിൽക്കുന്ന മരങ്ങളോട് ചോദിക്കുക, തൊട്ടടുത്തുള്ള പള്ളിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഉപ്പാപ്പാന്റെ വിയർപ്പിന്റെ അംശം ഈ മരത്തിലുണ്ട്. ഇവിടെയുള്ള മണൽത്തരികളോട് ചോദിക്കുക, പുത്തൂപ്പാടത്തെ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്ന നിങ്ങളുടെ ആരുടെയൊക്കെയോ ഉപ്പാപ്പമാരുടെ അധ്വാനത്തിന്റെ ഇന്നലകളുടെ സായം സന്ധികളെ കണ്ണീരോടുകൂടി സംസാരിക്കാൻ ഈ നിൽക്കുന്ന മരങ്ങൾക്ക്, തെങ്ങുകൾക്ക്, മലകൾക്ക് സാധിക്കുമെങ്കിൽ ആ സമയത്ത്, സന്ധ്യാസമയത്ത് ജോലിസ്ഥലത്ത് നിന്ന് കുളിച്ചു കയറിയിട്ട് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ മക്കൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ, എന്റെ മക്കളെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ, എന്റെ മക്കളെ നീ അധ്വാനത്തിന്റെ നീർച്ചാലിലേക്കിടാതെ അവർക്ക് അനുഭവിക്കാനുള്ളതെല്ലാം നൽകണേന്ന് ദുആ ചെയ്തതിന്റെ ഫലമാ മക്കളെ ഇന്ന് അത്തറിന്റെ മണത്തോടുകൂടി നിങ്ങൾ ജീവിക്കുന്നത്, ആധുനിക സംവിധാനത്തുമുള്ള വാഹനങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത്, ശീതീകരിച്ച മുറിയിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ എത്ര കാലം രാജാവിനെ പോലെ ജീവിച്ചാലും കാര്യമില്ല. അതുകൊണ്ട് ഒന്നാമതായി മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അലൈക ബിത്തൗഹീദ്, അലൈക ബിത്തൗഹീദ്, അലൈക ബിത്തൗഹീദ് വജിമാഉൽ ഖൈരി കുല്ലിഹാ അത്തൗഹീദ്. മോനെ, എല്ലാ അരുതായ്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ, എല്ലാ നന്മകളുടെയും മേലേക്ക് പോകാൻ അതിനുള്ള വഴി എന്താണ്? അള്ളാഹുവെ കുറിച്ചുള്ള വിചാരമാണ്. ഇന്റർനെറ്റ് വന്നിട്ടുണ്ടാകാം, കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ടാകാം, ആധുനികതയുടെ സാങ്കേതികതകൾ മാനവനെ മുഴുവനും നിഷ്പ്രഭമാക്കിയോ അല്ലെങ്കിൽ അവനെ വലിച്ചു കൊണ്ടുപോയി ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ ഒക്കെ എത്തിച്ചേക്കാം. എന്നാലും മോനെ, നിന്റെ ധർമ്മബോധത്തെ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ, നിന്റെ നീതിബോധത്തെ നിലനിർത്താൻ കഴിയണമെങ്കിൽ ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുന്നു, അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണം. ആ മുത്തഖീങ്ങളാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ ജീവിച്ച രാജാവായതുകൊണ്ടല്ല ഇന്ന് അനുസ്മരിക്കപ്പെടുന്നത്, ആധ്യാത്മികതയുടെ തേരിൽ ജീവിച്ച മഹാത്മാവായതുകൊണ്ടാണ്. നിങ്ങൾ 10ാമത്തെ വയസ്സിൽ ഹദീസിന്റെ പാഠഭാഗങ്ങളെ പഠിച്ച ഖുറൈശി കുലത്തിൽ ജനിച്ച കുഞ്ഞുമോൻ, അവിടുന്ന് സാധാരണക്കാരെ പോലെ നമ്മുടെ വാപ്പമാര് മരണപ്പെട്ട ഒരു പ്രായത്തിൽ മരണപ്പെട്ടു പോയ 1100 കൊല്ലങ്ങൾക്കപ്പുറം ജീവിച്ചു പോയ മഹാനായ ഒരു മനുഷ്യൻ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന് ഓർമ്മിക്കപ്പെടാനുള്ള കാരണം വലിയ അംബാനിമാരെ പോലെ മുതലാളിയായതുകൊണ്ടല്ല, അല്ലെങ്കിൽ വലിയ രാജവംശങ്ങളിൽ ജനിച്ചത് കൊണ്ടല്ല, രാജ്യത്തിന്റെ അധികാരം നടത്തിയതിന്റെ പേരിലല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇമാമുന ശാഫിഈ തങ്ങളെ. എന്നാൽ ഷാഫി ഇമാമിന്റെ കാലഘട്ടത്തിൽ അധികാരം നടത്തിയിരുന്ന ഭരണാധികാരി ആരാ? നിങ്ങൾക്ക് എത്ര പേർക്കറിയും? എന്തുകൊണ്ട് നിങ്ങൾക്കറിയേണ്ടതില്ല? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പള്ളിയുടെ മൂലയിൽ ഇരുന്നുകൊണ്ട് മാലിക് ഇമാമിന്റെ ദർസിൽ ഓതിയപ്പോൾ കൊട്ടാരത്തിലിരുന്ന രാജാവ് എവിടെ പോയി? അധികാരം നടത്തിയ ഗവർണർ എവിടെ പോയി? ആ അധികാരത്തിന്റെ മുഴുവൻ പീഠങ്ങളെ നിയന്ത്രിച്ച സ്വേച്ഛാധിപതികളും സർവാധികാരികളും അവകാശപ്പെട്ടവരുമായ ആളുകളൊക്കെ എവിടെ പോയി? അവരുടെ ഫോട്ടോകൾ ഒരുപക്ഷെ നാണയത്തിലുണ്ടാകാം. അവർക്ക് 10,000 കണക്കിന് വെപ്പാട്ടികളും പാദസേവകരും ഉണ്ടായിരിക്കാം.
പക്ഷേ പള്ളിയുടെ മൂലയിൽ ജീവിച്ച മുതഅല്ലിമായിരുന്ന ശാഫിഈ ഇമാം കാലത്തിന്റെ ഇന്നലകളിൽ നിന്ന് കാലത്തിന്റെ നാളകളിലേക്ക് സഞ്ചരിക്കുന്നതിന് തടസ്സമുണ്ടായില്ല. 1100 കൊല്ലം മുമ്പ് ജീവിച്ച ശാഫിഈ ഇമാം തങ്ങളെ ഇന്നും അനുസ്മരിക്കപ്പെടുന്നത് മില്യണയർ ആയതുകൊണ്ടല്ല, എംപയർ ആയതുകൊണ്ടല്ല, പൊളിറ്റിക്കൽ കൺട്രോളർ ആയതുകൊണ്ടല്ല, സ്പിരിച്വൽ ലീഡർ എന്ന കേവലമായ തലവാചകം കൊണ്ടല്ല, ലളിതമായ ജീവിതത്തെ വിജ്ഞാനത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിൽ ഒഴിഞ്ഞു വെച്ചപ്പോൾ പ്രിയപ്പെട്ട മാതാവിന്റെ അടുക്കൽ നിന്ന് പാഠത്തിന് പഠിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് മിസ്റിൽ നിന്ന് വന്ന ശാഫിഈ ഇമാം തങ്ങൾ അവിടെ നിന്ന് മദീനയിലേക്ക് ഓതാൻ പോയ മുതഅല്ലിം പിന്നീട് ബഗ്ദാദിലേക്ക്, പിന്നെ മദീനയിലേക്ക്, പിന്നെ ഈജിപ്തിലേക്ക്, വീണ്ടും മദീനയിലേക്ക്, പിന്നെ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയി മുഅല്ലിമായും മുതഅല്ലിമായും ജീവിച്ച ശാഫിഈ ഇമാം തങ്ങൾ ഈ കാലഘട്ടത്തിലും അവിടുത്തെ ഓർമ്മിക്കുന്നു. എന്താണ് കാരണം? അവരുടെ ജീവിതം ആധ്യാത്മികതയുടെ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ്. ശാഫിഈ ഇമാം തങ്ങൾ പള്ളിയുടെ കോലായിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഭരണത്തിന്റെ അമരത്തിരുന്നവരുടെ പേര് നമുക്കറിയില്ല. എന്താ കാരണം? അവർ ഈമാനിന്റെ തലത്തിനല്ല പ്രാധാന്യം നൽകിയത്, വിജ്ഞാനത്തിന്റെ മേഖലയ്ക്കല്ല പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് ആധുനിക തലമുറയിൽ ഇന്നലകളിൽ ഇവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ മണ്ണിൽ 100ഉം 200ഉം ഒക്കെ മുതഅല്ലിമീങ്ങളുള്ള ദർസുകൾ ഉണ്ടായിരുന്നു. ഇന്നിവിടെ 10ഉം 20ഉമുള്ള ദർസുകൾ പോലും വലുതായി ഗണിക്കപ്പെടുന്നു. ഈ നിലയിലേക്ക് മാറ്റം വന്നപ്പോൾ വാപ്പമാരെ, നിങ്ങളുടെ മക്കൾ നാളെ അനുസ്മരിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ നാളെയും ജീവിക്കണമെങ്കിൽ അവരെ നിങ്ങൾ വിജ്ഞാനത്തിന്റെ വഴിയിൽ പറഞ്ഞു വിടണം. കാരണം ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ വേണ്ടതുപോലെ അറിയണമെങ്കിൽ വിജ്ഞാനം. ഇന്ന് ജനിച്ചു വീഴുമ്പോഴേ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്നവർ, ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കുന്ന ഭാര്യ, വനിതാ കമ്മീഷനുകളും അവകാശ സമരങ്ങളും അധികരിച്ചപ്പോ അരമനയുടെ അകത്തളത്തിൽ മുഷ്ടി ചുരുട്ടി ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യമാർ. ഇതുപോലെ സമൂഹത്തിന്റെ താളം മുഴുവനും തെറ്റിയപ്പോൾ ഇവിടെ നഷ്ടമാകുന്നത് വരുന്ന തലമുറയാണ്. അത് കണ്ടുകൊണ്ട് പഠിക്കുന്ന മക്കൾ നീതിയുടെ വഴിയിൽ വരുന്നില്ല. ജന്മനാ അനാഥരായവരെ പോലെ നമ്മുടെ മക്കൾ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ മകൻ നാളെ ഓർമ്മിക്കപ്പെടണമെന്ന് മാത്രമല്ല, അവന്റെ ജീവിതം സത്യത്തിന്റെ വഴിയിലാകണമെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഈമാനിന്റെ മഹനീയമായ തലങ്ങളെ സന്നിവേശിപ്പിക്കാൻ കഴിയണം. അല്ലാതെ ഭൗതികതയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല. രാഷ്ട്രീയ മേലാളന്മാരുടെയും സാങ്കേതിക വിഭവം നയിക്കുന്നവരുടെയും തലങ്ങളെ മുഴുവനും ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നാളെ അസ്തമിച്ചു പോകുന്നവരാണ്. അതേ സമയത്ത് അല്ലാഹുവെ കുറിച്ചുള്ള വിചാരത്തോടെ ജീവിച്ചാൽ അവർക്കാണ് ഈ ആത്മീയ ലോകത്തിന്റെ എല്ലാ ഉന്നതികളും പടച്ച റബ്ബിന്റെ അടുക്കൽ ഉന്നതങ്ങൾ കൈവരിക്കുവാനുള്ള ഒന്നാമത്തെ വഴിയല്ലയോ അൽ ഈമാനു ബില്ലാഹ്. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നാം ഉൾക്കൊള്ളേണ്ടത് ഈമാനാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ ദർശനം അതാണ്. كم من كرامات حق منك قد ظهرت كمعجزات نبي في الورى اشتهرت. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മുനീറതൻ ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറത്. ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രശോഭിതമായി നിൽക്കുന്ന ഒരുപാട് കറാമത്തുകളുടെ ഉടമയാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ. അതല്ലയോ വിമർശകന്മാരായ ആളുകൾ പോലും
മഹാന്മാരായ ഔലിയാക്കന്മാരെ വിമർശിക്കുന്ന ആളുകൾ പോലും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ അനിഷേധ്യമായി സ്ഥിരപ്പെട്ടതാണെന്നും തവാത്തുർ കൊണ്ട് സമ്മതിക്കപ്പെട്ടതാണെന്നും അനിഷേധ്യമായ ചരിത്ര രചനകളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഉന്നതങ്ങളിൽ ജീവിച്ച മഹാനാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതുകൊണ്ട് ഉമ്മമാരെ അമ്മിഞ്ഞ കൊടുക്കുന്ന കുഞ്ഞോമന പൈതലിന്റെ ഉള്ളിലേക്ക് ആധുനിക സിനിമാ ഗാനങ്ങളെയല്ല സന്നിവേശിപ്പിക്കേണ്ടത്. നിന്റെ നെഞ്ചത്ത് മിൽമാ ബൂത്ത് നൽകിയത് കയ്യിൽ തരാൻ അല്ലാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. ഇന്ന് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ ഉമ്മമാർക്ക് മടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നെഞ്ചത്ത് മിൽമാ ബൂത്ത് വെച്ചത് കുഞ്ഞിന് അമ്മിഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ബ്രെയിനും ഉമ്മാന്റെ ഹാർട്ടും തമ്മിൽ ലയിക്കാനാണ്. ഉമ്മയുടെ കൽബിന്റെ മിടിപ്പും കുഞ്ഞിന്റെ ബ്രെയിനിന്റെ തുടിപ്പും ലയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളർന്നു വരുന്ന മോൻ പ്രിയപ്പെട്ട ഉമ്മയോട് സ്നേഹമുള്ള മോനായി വരുന്നു. പ്രിയപ്പെട്ട മാതാവിനോട് കടപ്പാടുള്ള കുഞ്ഞായി വളർന്നു വരുന്നു. അതേ സമയത്ത് ജനിച്ചു വീണ കുഞ്ഞിന്റെ വായിലേക്ക് ജോൺസന്റെ കുപ്പി തിരികെ കയറ്റുമ്പോൾ വളർന്നു വരുമ്പോൾ അവന്റെ കടപ്പാട് ജോൺസൺ കമ്പനിയോടാണ്, ഉമ്മയോടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദദത്ഹാ, കുഞ്ഞിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം സന്നിവേശിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉമ്മമാരുടെ കയ്യിലാണ്. താരാട്ട് പാടുന്ന സമയത്ത് ഇന്നലകളിൽ ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്നായിരുന്നു ചൊല്ലിയിരുന്നത്, അല്ലെങ്കിൽ മൗലിദിന്റെ ഈരടികളായിരുന്നു ചൊല്ലിയിരുന്നത്, അല്ലെങ്കിൽ നഫീസത്ത് മാലയും മുഹീദ്ദീൻ മാലയുമായിരുന്നു ചൊല്ലിയിരുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് ഒന്നുകിൽ ടേപ്പിട്ട് കൊടുത്തുകൊണ്ട് ആധുനിക സിനിമാ ഗാനങ്ങളോ മ്യൂസിക് ബേസ്ഡ് മാപ്പിള ഗാനങ്ങളോ കേൾപ്പിച്ചു കൊടുക്കുമ്പോ ഏറ്റവും ഫ്രഷായ കുഞ്ഞിന്റെ ഒരക്ഷരവും എഴുതാത്ത ക്ലീൻ ബോർഡ് പോലെ കിടക്കുന്ന കുഞ്ഞിന്റെ മസ്തിഷ്കത്തിലേക്ക് ആധുനിക സിനിമാ ഗാനങ്ങളെ പതിപ്പിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, ഈ മക്കള് നാളെ നന്നാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കുട്ടിയെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് സിനിമ കാണുന്ന മാതാവ് ഈ അരുതായ്മകളിലേക്ക് അവന്റെ ലളിതമായ മനസ്സിനെ കെട്ടിയിടുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് പോലും ഇളം പൈതലിന്റെ അടുക്കൽ നിന്നുകൊണ്ട് കയർപ്പുള്ള വർത്തമാനം പറയാൻ പാടില്ല. കാരണം ഈ കുഞ്ഞുമോന്റെ മനസ്സിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടാകും. ഞാൻ സദസ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയല്ല. ഇന്നലെ ഞാൻ എറണാകുളം ജില്ലയിലെ വെണ്ണലയിലായിരുന്നു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ പിതാവ് അവിടെയുള്ളൊരു കുഞ്ഞിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവൻ മഹാകുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ വാപ്പ പറയാറുള്ളത് പോലെ അവന് വേണ്ടി ദ്വാരക്കാനോ അല്ലെങ്കിൽ അവന് നന്നാകണമെന്ന് വിചാരിച്ചോ വാപ്പമോ മകനെ കുറിച്ച് പറയുന്നു, മോനെ ഈ മകൻ വലിയ കുഴപ്പമാണെന്ന് ഉസ്താദുമാരോ അല്ലെങ്കിൽ കൂടെ വന്നവരോ ആയ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വാപ്പ എന്നിട്ടങ്ങ് അകത്തേക്ക് പോയപ്പോ ഈ മോൻ പറയാണ്, ഉസ്താദെ വാപ്പായും കുറച്ച് കുഴപ്പമാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രതികരണത്തിന്റെ കാലം. കാരണം ആ സംസാരം പോലും മനഃശാസ്ത്രപരമായി ശരിയല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തിയാൽ നെഗറ്റീവ് ഫീലിംഗ് ചില കുട്ടികളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന റളിയല്ലാഹു അൻഹാ അബവാഇന്റെ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ നേരം പ്രിയപ്പെട്ട 6 വയസ്സുള്ള കുഞ്ഞുമോനോട് പറയുന്നു, മോനെ ഞാനിതാ ലോകത്തോട് വിട പറയാൻ പോകുന്നു. പക്ഷേ
എനിക്ക് വിഷമമില്ല. നിന്നെപ്പോലെ നല്ലൊരു കുഞ്ഞിനല്ലേ ജന്മം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ട് പറയുന്നു, فأنت مبعوث إلى الأنام. മോനെ, ഗർഭകാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച സ്വപ്നങ്ങൾ ശരിയാണെങ്കിൽ നീ ലോകത്തോട് നിയോഗിക്കപ്പെടേണ്ട പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശുഭോദർക്കമായ പ്രതീക്ഷയുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന 6 വയസ്സുള്ള കുഞ്ഞിന്റെ കൽബിലേക്ക് പതിപ്പിച്ചു കൊടുത്തിട്ട്, അതാ ഞാൻ പ്രസവിച്ച കുഞ്ഞ് നല്ല കുട്ടിയാണ്, ഞാനിവിടെ ലോകത്തോട് വിട പറഞ്ഞാലും എന്നെ അനുസ്മരിക്കാൻ പറ്റുന്ന കുഞ്ഞ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്ന ബീവി ആമിന റളിയല്ലാഹു അൻഹ അബവാഇന്റെ മണ്ണിൽ 6 വയസ്സുള്ള അഷ്റഫുൽ വറായുടെ ആദരണീയമായ കരങ്ങൾ കൊണ്ട് കബറടക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞ് 60 വയസ്സായപ്പോൾ ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് ഗദ്ഗദത്തോടെ കരയുന്ന പൊന്നുമോനായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 60ാമത്തെ വയസ്സിലും 6ാമത്തെ വയസ്സിൽ വിട്ടുപിരിഞ്ഞു പോയ മാതാവിന്റെ മനോവികാരങ്ങളെ അയവിറക്കാനുള്ള ശോഭന ചിത്രങ്ങളെയാണ് ആമിന ബീവി നൽകിയതെങ്കിൽ എന്റെ ഉമ്മമാരോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, ഒരു മകന്റെ സ്വഭാവ രൂപീകരണത്തിൽ, അവന്റെ ജീവിത ക്രമീകരണത്തിൽ ഏറ്റവും വൈറ്റൽ റോൾ അഭിനയിക്കേണ്ടത് ഉമ്മയാണ്. അതുകൊണ്ട് സ്നേഹം കൊടുക്കണം, അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കണം. ആ നിലയിൽ അവളെ വളർത്തിക്കൊണ്ടുവരുമ്പോ സിനിമയുടെയും സീരിയലുകളുടെയും ആസ്വാദനത്തിന്റെയും മുമ്പിൽ തപസ്സിരുന്നാൽ പെങ്ങളെ, മക്കള് നല്ല നിലയിൽ വരുമോ? അതുകൊണ്ട് പിശാചിന്റെ ദംഷ്ടകൾ മുഴുവനും ഒരുമിച്ച് തുള്ളിച്ചാടുന്ന TV ചാനലുകളുടെ മുമ്പിലിരുന്നാൽ ഈ ജീവിതത്തിന്റെ മുഴുവൻ ധാർമ്മികതയും നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് നീയൊന്നു മരിച്ചു പോയാലോ? ആലോചിച്ചു നോക്കണം. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ചെറുപ്പക്കാരായ 2 കുട്ടികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ട സമയത്ത് നമുക്ക് കുറച്ച് പരിചയമുള്ള നാടാണ്, പരിചയമുള്ള ആളുകളാണ്. ആ നാട്ടിലെ നമ്മുടെ SSFന്റെ കുട്ടികളോട് വിളിച്ചു ചോദിച്ചു, മക്കളെ, ആ മരണ വീട്ടിൽ നമ്മളൊന്ന് പോകണ്ടേ? അവിടുത്തെ ബന്ധുക്കൾക്ക് ഒരു മനസ്സമാധാനം പറയണ്ടേ? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ SSFന്റെ വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നു, ഉസ്താദേ, ഇത് വരാൻ പറ്റിയ വീടല്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല, എന്നും വൈകുന്നേരം കാറെടുത്ത് കറങ്ങാൻ പോകുന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ട 2 കുട്ടികൾ. ആ കുട്ടികൾ ഇന്ന് അപകടത്തിൽപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ കാറിൽ അന്യരായ 2 സ്ത്രീകളുണ്ട്, മറ്റു 2 പെൺകുട്ടികളുണ്ട്. ആ അവസ്ഥയിലാണ് 20 വയസ്സിൽ താഴെയുള്ള ആധുനിക മുസ്ലിം കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽ പെടുന്ന സമയത്ത് കൂടെ ഇരിക്കുന്നത് മറ്റൊരു അന്യ സ്ത്രീയാണ്. അത്രയും ദാരുണമായ അധാർമികതയുടെ പശ്ചാത്തലത്തിലാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയതല്ലെന്ന് SSFന്റെ പ്രവർത്തകര് വിളിച്ചു പറയുമ്പോൾ, ചെറുപ്പക്കാരെ, പാതിരാവിന്റെ പഴുതിൽ റോഡ് വക്കിൽ ഒടിഞ്ഞു കിടക്കുന്ന പോസ്റ്റിന്റെ മുകളിൽ കയറിയിരുന്ന് കമന്റ് പാസാക്കുകയും ഏതോ അരമനയിൽ കിടക്കുന്ന പെണ്ണിനെ പാതിരാത്രി കമന്റടിക്കുകയും ചെയ്ത് ആധുനിക ടെലിഫോണിന്റെ അഡിക്റ്റുകളായി പ്രേമത്തിന്റെ സാങ്കേതിക ചാനലുകൾ തീർക്കുമ്പോ, പൊന്നുമോനെ, അസ്റായീൽ ക്ഷണിക്കുമ്പോ വരുന്ന അതിഥിയല്ല,
ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ്. നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ നിന്റെ അവസാനത്തെ അവസ്ഥ എന്തായിപ്പോയി? നീ ആലോചിച്ചു നോക്കണം. അതേ സമയത്ത് മുൻഗാമികൾ അങ്ങനെയല്ല. അവര് ദുആഇക്കുന്നത് പടച്ചവനെ സുജൂദിലായിരിക്കുമ്പോ മരിക്കണം, പടച്ചവനെ പള്ളിയിലായിരിക്കുമ്പോ മരിക്കണം, പടച്ചവനെ ഏറ്റവും നല്ലവരുടെ അടുക്കൽ നിൽക്കുമ്പോ മരിക്കണം എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളെയും നല്ലതിൽ മാത്രം ക്രമീകരിച്ച ഇന്നലകളിലെ സാരഥികളെ മറന്നു പോകല്ലേ. അതുകൊണ്ട് മോനെ, നീ കലാലയത്തിൽ നിന്ന് സ്കൂള് വിട്ടിറങ്ങുന്ന പെൺകുട്ടിയെ കമന്റടിക്കാൻ റോഡിന്റെ വക്കിൽ നിന്നിട്ട് അവളോട് ചെറുതും വലുതും പറഞ്ഞ് നടക്കുന്ന സമയത്തൊരു വാഹനം വന്ന് നിന്നെ ഇടിച്ച് മരിച്ചു പോയാൽ നിന്റെ അവസാനത്തെ വാക്കെന്തായി മോനെ? നിനക്ക് അല്ലാഹുവിനോട് അഭിമുഖീകരിക്കേണ്ട അന്ത്യഘട്ടം ഏത് അവസ്ഥയിലായി പോകുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? പൊന്നു പെങ്ങളെ, പള്ളിക്കുടം വിട്ടിറങ്ങുന്ന സമയത്ത് ഏതോ ഒരുത്തന്റെ കണ്ണിന്റെ കാഴ്ചയും അവന്റെ മൊബൈലിന്റെ കോളും കണ്ടിട്ട് അവനോടൊപ്പം കമന്റ് അടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിന്റെ അനുയായി എന്ന് അവകാശപ്പെടുന്ന നീ അരുതായ്മയുടെ ചാരത്തുകൂടെ ഓരത്തുകൂടെ ചിരിച്ചും കളിച്ചും നടക്കുന്ന സമയത്ത് ആലപ്പുഴയുടെ തെരുവിൽ ഒരു പെൺകുട്ടിയെ ഭ്രാന്തൻ വെട്ടിക്കൊന്നതുപോലെ, അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ അപകടങ്ങൾ വന്ന് പതിച്ചതുപോലെ, അനന്തപുരിയിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണതുപോലെ, ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായതുപോലെ, അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ ടാങ്കർ സ്ഫോടനം നടന്നതുപോലെ, അല്ലെങ്കിൽ ടാങ്കർ കത്തിപ്പോയതുപോലെ എന്തെങ്കിലും ഒരു മുസീബത്ത് നിനക്ക് വന്നു പോയാൽ നിന്റെ അവസാനത്തെ പിക്ചർ എന്താണ് മോളെ? അതല്ലയോ ചിന്തിക്കേണ്ടത്? ഈ സമയം ഞാൻ മരിച്ചാലും എനിക്ക് ഹുസ്നുൽ ആഖിബ വേണം. അതുകൊണ്ട് നല്ലപോലെ മരിക്കാൻ പറ്റാത്ത ഒരു ചിത്രവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ഒരു വിശ്വാസി ക്രമീകരിക്കേണ്ടത്. അവ അമിന മക്റുഹും, ബഹുമാനപ്പെട്ട ഖുർആൻ അവിടുന്ന് ചോദിച്ചില്ലേ, അവർക്ക് നിർഭയത്വമില്ലയോ എന്ന് ചോദിച്ചിട്ട് അവര് കളിച്ച് തിമർന്നുകൊണ്ടിരിക്കുന്ന പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിച്ചു പോകുന്നതിന് അവര് ഭയക്കുന്നില്ലയോ? മറ്റൊരായത്തിലൂടെ ചോദിക്കുന്നു, ബയാതൻ വഹും നായിമൂൻ. സീരിയൽ കണ്ടും സിനിമാ ഗാനം കേട്ടും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ വന്നു പോകുന്നതിന് നിങ്ങൾ ഭയക്കുന്നില്ലയോ? അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അടിസ്ഥാനപരമായി രൂപപ്പെടുത്തേണ്ടത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വിപ്ലവത്തിന്റെ തുടക്കം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അതേതാണ്? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി വലില്ലഹു ഖദമും വഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോ. എല്ലാ ഔലിയാക്കന്മാരുടെയും ആത്മീയമായ അസ്ഥിവാരങ്ങൾ ഓരോ അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ എന്റെ അസ്ഥിയോ അല്ലെങ്കിൽ എന്റെ അവലംബമോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വിശാലമായ വ്യാഖ്യാന സ്പർശങ്ങളുള്ള പ്രയോഗമാണ്.
ഏതായാലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിത്തറ മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുക. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നമ്മൾക്കുള്ള ബന്ധം ഒരാദർശ ഗുരു എന്ന ബന്ധമല്ല, ഒരു മത നേതാവെന്ന ബന്ധമല്ല, ഒരു രാഷ്ട്രീയ നേതാവെന്ന ബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും വലിയ ബന്ധം. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. മദീന പള്ളിയുടെ അകത്തളത്തിലിരുന്ന സ്വഹാബികൾ മുൻഗാമികളായ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. ഇബ്രാഹിം ഖലീലുല്ലാഹി, മൂസ കലീമുല്ലാഹി, ഈസ കലിമത്തുല്ലാഹി തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവും ഞാനും തമ്മിലുള്ള ബന്ധം മഹബ്ബത്തിന്റെ ബന്ധമാണ്, സ്നേഹത്തിന്റെ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഞാനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം മഹബ്ബത്തിന്റെ ബന്ധമാണ്. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ, ഞാനെങ്ങാണ് ഒരു ആത്മമിത്രത്തെ, ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടിനെ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളാകുമായിരുന്നു. പക്ഷേ സാഹിബുക്കും ഖലീലുല്ലാഹി, എന്റെ ഇന്റിമേഷൻ, എന്റെ ഏറ്റവും വലിയ പ്രേമം, ഏറ്റവും വലിയ പ്രണയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടായി പോയി. അതുകൊണ്ട് എനിക്ക് പറ്റൂല, ഏറ്റവും വലിയ ഇന്റിമേഷൻ അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് മോനെ, പണത്തെയും പ്രതാപത്തെയും പെണ്ണിനെയും ആഭിജാത്യത്തെയും പ്രണയിക്കുന്ന പുതിയ തലമുറ ആനുകാലിക ആസ്വാദനങ്ങളുടെയും സമകാലിക സംവേദനങ്ങളുടെയും അതുപോലെ തന്നെ ജീവിത സുഖങ്ങളുടെയും പിന്നിൽ സഞ്ചരിക്കുന്ന തലമുറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം, അല്ലിമു ഔലാദകും മുഹബ്ബത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമം, ആ പ്രേമത്തെ എന്റെയും നിങ്ങളുടെയും മക്കളുടെ കൽബിന്റെ ഉള്ളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ അവർ രക്ഷപ്പെടുകയുള്ളൂ. കാരണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയായ എന്റെ മോള്, അവൾ പള്ളിക്കുളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവളുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും സുന്ദരനായ ഒരുത്തനെ പ്രേമിക്കുന്നതിനേക്കാൾ ലോകത്തിന്റെ നേതാവ് ആക്കായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനുള്ള മനോവിചാരത്തെയാണ് കെട്ടിപ്പടുക്കേണ്ടത്. ആ പ്രേമത്തിലൂടെയല്ലാതെ വിജയിക്കാൻ കഴിയില്ല. ശോഭനമായ ചിത്രങ്ങളുടെ മദീന ചാപ്റ്ററുകൾ എണ്ണി എണ്ണി പറയാൻ സമയമില്ല. കാരണം എന്താണ്? എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. യാ റസൂലല്ലാഹ് ദാനാ
रा लगाओ गज वज के है तेरे आका पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह दा नारा लगाओ गज वज के गज वज के गज वज के है या रसूल अल्लाह दा ഇസ്ലാമിക് സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൻഡ് മദീന മീഡിയ മർക്കസ് കോംപ്ലക്സ് ബാവർ റോഡ് കോഴിക്കോട് ഫോൺ 9995999778 9605999900 944 7351 432